നമ്മൾ സെൽ ഓർഗനൽസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഓർഗനൽസ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ആർ സെൽഫ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഗ്രാനുലാർ ഓർ ഫിലമെൻറ്റാർ സെൽ ഓർഗനൽസ്. അതായത് ഈ മൈറ്റോകോൺട്രിയ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഒരു ഓർഗനലാണ്. ആൻഡ് ദേ ക്യാൻ സെൽഫ് റെപ്ലിക്കേറ്റ്. അവർക്ക് സ്വന്തമായി ജനറ്റിക് മെറ്റീരിയൽ പ്രസൻ്റ് ആണ്. ആൻഡ് ദേ ക്യാൻ ഓൾസോ സെൽഫ് റെപ്ലിക്കേറ്റ്. ദെൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദേ ആർ ആബ്സെൻറ്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽസ് ആൻഡ് മെച്യൂർ മമേലിയൻ എറിത്രോസൈറ്റ്സ്. അതായത് ഇവർ ബാക്ടീരിയാസിൽ പ്രോകാരിയോട്ടിക് സെൽസിൽ മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആണ്. ദെൻ ഓൾസോ ഇൻ മമേലിയൻ എറിത്രോസൈറ്റ്സ്. ദേ വെർ ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ കൊലിക്കർ ഇൻ 1880. ദെൻ മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ദേ ആർ ദി എനർജി ട്രാൻസ്ഫോമിങ് സിസ്റ്റംസ് ഓഫ് ദി സെൽ. അതായത് ഒരു പവർ ഹൗസ് ഓഫ് ദി സെൽ അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ. നമുക്കറിയാം പവർ ഹൗസ് അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഒരു എനർജി സംഭരിക്കുന്ന സ്ഥലത്തിനെയാണ്, എനർജി സിന്തസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നത്. സോ ഒരു സെല്ലിലെ പവർ ഹൗസാണ് മൈറ്റോകോൺട്രിയ. because they are also the center of cellular oxidation and ATP production. ATP ആണ് മോളിക്കുലാർ കറൻസി എന്ന് പറയുന്നത്. സെല്ലിലുള്ള പ്രോസസ്സ്, എന്ത് പ്രോസസ്സ് നടക്കുകയാണെങ്കിലും അതിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കറൻസിയാണ് ATP എന്ന് പറയുന്നത്. സോ ATP പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ദേ ആർ ദി എനർജി ട്രാൻസ്ഫോമിങ് സിസ്റ്റംസ് ഓഫ് ദി സെല്ല്. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടാവാം, പ്രോകാരിയോട്സിൽ മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആണെന്ന്. സോ അവയുടെ ATP സിന്തസിസ് എവിടെ വെച്ചിട്ടായിരിക്കും നടക്കുക? നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയയിലാണ് ATP സിന്തസിസ് നടക്കുന്നത്. സോ പ്രോകാരിയോട്സിൽ ആബ്സെൻ്റ് ആണെങ്കിൽ അവരിൽ ATP ഫോം ചെയ്യുമോ എന്ന് വിചാരിക്കുന്നുണ്ടാവാം. സോ ഈ പ്രോകാരിയോട്സ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ കേസിൽ ATP സിന്തസിസ് നടക്കുന്നത് അവയുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ മേലെയാണ്. കാരണം അവർക്ക് മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, they contain the enzymes for the oxidation of fuel molecule and also for the synthesis of nucleic acids, ATP and proteins. ദെൻ ഇവയുടെ സ്ട്രക്ചറാണ് പറയുന്നത്. മൈറ്റോകോൺട്രിയ ആർ ഡബിൾ വാൾഡ് ആൻഡ് ഫ്ലൂയിഡ് ഫിൽഡ് ബാഗ്സ്. അതായത് ഒരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഉള്ളിലായിട്ടൊരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ് ഇവർ. എ മൈറ്റോകോൺട്രിയോൺ കൺസിസ്റ്റ് ഓഫ് എ ഡെൻസ് സെൻട്രൽ കോർ നോൺ ആസ് മാട്രിക്സ് എൻവലപ്ഡ് ബൈ 2 കോൺസെൻട്രിക് മെംബ്രെയിൻ, ഇന്നർ ആൻഡ് ഔട്ടർ. ഇവർക്ക് 2 കോൺസെൻട്രിക് ആയിട്ടുള്ള മെംബ്രെയിൻസ് പ്രസൻ്റ് ആണ്. ഔട്ടർ വണ്ണിനാണ് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്, ഇന്നർ വൺ ഇന്നർ മെംബ്രെയിൻ. ഈ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് മാട്രിക്സ് പ്രസൻ്റ് ആണ്. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് പ്രസൻ്റ് ആണ്. ഇതിനെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ്. ആൻഡ് ദേ ഹാവ് 2 വാൾസ്. ഔട്ടറിനെയാണ് നമ്മൾ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്, ഇന്നർ വണ്ണിനെയാണ് ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിലുള്ള ആ സ്പേസിനെയാണ് IMS അല്ലെങ്കിൽ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിറ്റ്വീൻ 2 വാൾ സ്പേസ് പ്രസൻ്റ് ആണ്. അതിനാണ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇന്നർ മെംബ്രെയിൻ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ഇൻഫോൾഡിങ്സ് പ്രസൻ്റ് ആണ്. അതായത് ഉള്ളോട്ടേക്ക് ഒരുപാട് ഫോൾഡുകളായിട്ടാണ് വെച്ചത്, കുറേ ഫോൾഡിങ്സ് പ്രസൻ്റ് ആണ്. ഈ ഇൻഫോൾഡിങ്സിനെയാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിനെയാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. സോ അതിൻ്റെ മേലെയായിട്ട് ഒരുപാട് ഓക്സിസോംസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ദെൻ മാട്രിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. സോ ഇതാണ് വേറൊരു പോർഷനാണ് കൊടുത്തത്.
ഔട്ടർ മെംബ്രെയിന്, ഇന്നർ മെംബ്രെയിന് നടുവിലുള്ള സ്പേസിനെയാണ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ചില ഭാഗങ്ങളിൽ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും വളരെ ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതിനെയാണ് കോണ്ടാക്ട് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മെംബ്രെയിൻസ് ഹാവ് ലിപ്പോപ്രോട്ടീൻ കമ്പോസിഷൻ. അതായത് നമ്മൾ പറഞ്ഞു 2 മെംബ്രെയിൻ ഉണ്ടെന്ന്, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. രണ്ടിനും ലിപ്പോപ്രോട്ടീൻ കമ്പോസിഷനാണ്. അത് ബോത്ത് ആർ മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറഞ്ഞതുപോലെ ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയറാണ് ഓരോ മെംബ്രെയിൻസും. ഓക്കെ, the membranes have lipoprotein composition, lamellar structure and fluid mosaic organization. The space in between two membranes is known as intermembrane space. Then it is filled with a fluid rich in enzymes and coenzymes. ഈ മാട്രിക്സിൽ ഒരുപാട് എൻസൈംസും കോഎൻസൈംസും പ്രസൻ്റ് ആണ്. At some point, the outer and inner membrane are in close contact with each other. Such points are called contact zones. So, ആ സോണിൽ കൂടി ആയിരിക്കും പുറത്തുനിന്നുള്ള റൈബോസോമൽ പ്രോട്ടീൻസ് ഒക്കെ മൈറ്റോകോൺട്രിയയിലോട്ട് എൻട്രി ചെയ്യുന്നത്. കാരണം അവിടെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്. The inner membrane has numerous hollow infoldings into the matrix known as mitochondrial crusts or cristae. Attached to the inner membrane are numerous stalked particles. They were formerly known as oxysomes, elementary particle, F particle or respiratory assemblies. Now they are more aptly called as ATP synthesis. നമ്മൾ പറഞ്ഞു ഈ ക്രിസ്റ്റയുടെ അല്ലെങ്കിൽ ഇന്നർ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിൻ്റെ മേലെ ഒരുപാട് പാർട്ടിക്കിൾസ്, സ്റ്റോക്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന്. ഇതാണ് ഓക്സിസോംസ്. നമ്മൾ കുറച്ചുകൂടി മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ ATP സിന്തേസ് പ്രസൻ്റ് ആണ്. അതായത് ATP സിന്തസിസ് നടക്കുന്നത് ATP സിന്തേസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി? മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അവർ മാട്രിക്സിലോട്ടേക്ക് ഫേസ് ചെയ്തും കൊണ്ടാണ് നിൽക്കുന്നത്. ഇനി ഫങ്ഷൻസ് ആണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്തായിരിക്കും? ഒബ്വിയസ്ലി ATP സിന്തസിസ്, അതായത് സെല്ലുലാർ ഓക്സിഡേഷൻ, എക്സ്ട്രാക്ഷൻ ആൻഡ് ട്രാപ്പിംഗ് ഓഫ് എനർജി ആൻഡ് സിന്തസിസ് ഓഫ് ATP. ഇത്രയും പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇപ്പം പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ട് മാറും? പൈറൂവിക് ആസിഡായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് എനർജി അല്ലെങ്കിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആദ്യം നമ്മളെ ഫുഡ്, അതായത് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറൂവിക് ആസിഡായിട്ട് മാറും. ഗ്ലൈക്കോളിസിസ് അത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഈ ഈ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറും? അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറും. എന്നിട്ട് ഇവരെങ്ങോട്ട് പോകും? അതായത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലുള്ള ഇവർ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഈ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. മാട്രിക്സിലായിട്ടാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കാര്യമാണിത്, ഞാൻ വെറുതെ ഒന്ന് പറയുവാണ്. ക്രെബ്സ് സൈക്കിൾ നടന്നാൽ അസറ്റൈൽ കോഎൻസൈം Aയിൽ നിന്ന് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ NADH എന്ത് ചെയ്യും? നമുക്കറിയാം ഈ ഒരു മൈറ്റോകോൺട്രിയക്ക് ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും പ്രസൻ്റ് ആണ്. ഇതിലെ ഇന്നർ മെംബ്രെയിൻ്റെ മേലെ ഒരുപാട് എൻസൈം കോംപ്ലക്സസുകൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പെസിഫിക് ഓർഡറിൽ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഓർഡറിൽ ഇങ്ങനെ ഇന്നർ മെംബ്രെയിൻ്റെ മേലെയായിട്ട് ഒരുപാട് എൻസൈം കോംപ്ലക്സുകളുണ്ട്. ഓക്കെ,
സോ ഈ ക്രബ് സൈക്കിൾ വഴി ഉണ്ടായ NADH ഈ എൻസൈം കോംപ്ലക്സിൽ കൂടി മൂവ് ചെയ്യും. അതായത് അവർക്ക് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. ഇങ്ങനെ ഈ NADHന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കും. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. ആ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് കാരണമാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിച്ചിട്ടുണ്ടാവും. അതായത് ക്രബ് സൈക്കിളിൽ നിന്ന് NADH വരും, അതുപോലെ FADH ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ NADH എന്ത് ചെയ്യും? ഇന്നർ മെംബ്രെയിനിൻ്റെ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ വെച്ചിട്ടുള്ള ഒരുപാട് എൻസൈം കോംപ്ലക്സുകളുണ്ട്. സൈറ്റോക്രോം C, അതുപോലെ ATP സൈറ്റോക്രോം C, അതുപോലെ ഒരുപാട് എൻസൈം കോംപ്ലക്സുകളുണ്ട്. ഈ കോംപ്ലക്സിൽ കൂടി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കും. അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഫോം ചെയ്യും. അങ്ങനെയാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഏതായാലും ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. ഓക്കെ, so mitochondria are the centers of oxidative phosphorylation and ATP synthesis. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ദെൻ സെക്കൻഡ് വൺ ആണ് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്. അതായത് മൈറ്റോകോൺട്രിയൽ DNA കണ്ടെയ്ൻ എക്സ്ട്രാ ക്രോമസോമൽ ജീൻസ് നൗൺ ആസ് പ്ലാസ്മോജീൻസ്. നമുക്കറിയാം, നമ്മളുടെ ജീൻസ് അല്ലെങ്കിൽ ക്രോമസോം പ്രസൻ്റ് ആയിട്ടുള്ളത് സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ഇത് കൂടാണ്ട് നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയയിൽ ജീൻസ് പ്രസൻ്റ് ആണെന്ന്. മൈറ്റോകോൺട്രിയയിലും ജനറ്റിക് മെറ്റീരിയൽ ക്രോമസോം പ്രസൻ്റ് ആണ്. മൈറ്റോകോൺട്രിയ എവിടെയാണുള്ളത്? സൈറ്റോപ്ലാസത്തിലാണ്. സോ അതുപോലെ തന്നെയാണ് ക്ലോറോപ്ലാസ്റ്റിനും പ്രസൻ്റ് ആണ്. സോ ഈ സൈറ്റോപ്ലാസത്തിലുള്ള ജീൻസിനെയാണ് എക്സ്ട്രാ ക്രോമസോമൽ ജീൻസ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമിലുള്ള ജീനല്ല, പുറമേയുള്ള സൈറ്റോപ്ലാസത്തിലുള്ള ജീൻസ്. ഇതിനെയാണ് എക്സ്ട്രാ ക്രോമസോമൽ ജീൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാസ്മ ജീൻസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ സ്റ്റോർ ബയോളജിക്കൽ ഇൻഫർമേഷൻ, ട്രാൻസ്മിറ്റ് ദം ബൈ ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് എക്സ്പ്രസ് ദം ത്രൂ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അവർക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടത്താനുള്ള കഴിവുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് മൈറ്റോകോൺട്രിയ പ്രസൻ്റ് ആയത്. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ ജീൻസ് പ്രസൻ്റ് ആണ്. ഇതിനെയാണ് എക്സ്ട്രാ ക്രോമസോമൽ ജീൻസ് എന്ന് പറയുന്നത്. സാധാരണ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോം ജീനിന് പകരം ക്രോമസോമൽ ജീന് അല്ലാത്ത കുറച്ച് ജീൻസ്. ഓക്കെ, then synthesis of mitochondrial DNA, RNAs and proteins with some degree of autonomy. Mitochondria can synthesize their own DNA, RNAs and protein. Mitochondrial DNA undergoes duplication and produces multiple copies of it. നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയക്ക് ഒരു DNA പ്രസൻ്റ് ആണ്. അവർക്ക് സെൽഫ് ഡ്യൂപ്ലിക്കേഷനും അതുപോലെ മൾട്ടിപ്പിൾ കോപ്പീസും ഫോം ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ അണ്ടർഗോസ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് പ്രൊഡ്യൂസസ് mRNA, rRNA എക്സെട്ര. ഓക്കെ, സോ അവർക്ക് ഈ ഒരു മൈറ്റോകോൺട്രിയയിലുള്ള DNAക്ക് ജനറ്റിക് മെറ്റീരിയലിന് ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ പറ്റും, അതുപോലെ ട്രാൻസ്ലേഷനും നടത്താൻ പറ്റും. ഓക്കെ, ഇത്രയ്ക്കുമാണ് മൈറ്റോകോൺട്രിയയെക്കുറിച്ചുള്ളത്.